ഹലോ, നമസ്കാരം കൂട്ടുകാരെ. മലയാളം മുൻവർഷ ചോദ്യങ്ങൾ എന്ന് പറയുന്ന സീരീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: രവീന്ദ്രനാഥ ടാഗോറിന് നൊബേൽ സമ്മാനം ലഭിച്ച കൃതി ഏത്? രവീന്ദ്രനാഥ ടാഗോറിന് നൊബേൽ സമ്മാനം ലഭിച്ച കൃതിയാണ് ഗീതാഞ്ജലി. ബംഗാളി ഭാഷയിലാണ് ഗീതാഞ്ജലി രചിച്ചിരിക്കുന്നത്. 1913 അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത്. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോറിന് നൊബേൽ സമ്മാനം നേടിക്കൊടുത്ത കൃതിയാണ് ഗീതാഞ്ജലി. ഏതു ഭാഷ? ബംഗാളി ഭാഷ. 1913 അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. ഏതാ വർഷം? 1913. ഇനി ടാഗോറിൻ്റെ മറ്റു കൃതികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. 1. കാബൂളിവാല, രവീന്ദ്ര സംഗീത്, ജനഗണമന, രാജ, അമർ സോന ബംഗ്ല, പോസ്റ്റ് ഓഫീസ്, ദ റോക്ക് ഗാർഡൻ, ദ ചൈൽഡ്, ഗോര എന്നീ കൃതികൾ ആരുടേതാണ്? ടാഗോറിൻ്റെ കൃതികളാണ്. അപ്പോൾ ടാഗോറിൻ്റെ കൃതികൾ ഏതെല്ലാമാണെന്ന് ഒന്നുകൂടെ നോക്കിയാലോ. കാബൂളിവാല, രവീന്ദ്ര സംഗീത്, ജനഗണമന, രാജ, അമർസോന ബംഗ്ല, പോസ്റ്റ് ഓഫീസ്, ദ റോക്ക് ഗാർഡൻ, ദ ചൈൽഡ്, ഗോര എന്നിവ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രധാന കൃതികളാണ്. കിട്ടിയോ? ഗീതാഞ്ജലി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പാണ്. ഗീതാഞ്ജലി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ടാഗോറാണ്. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ടാഗോറാണ്. ടാഗോർ എഴുതിയ ചെറുകഥയാണ് ഹോം കമ്മിങ്. എന്താണ്? ഹോം കമ്മിങ് എന്ന ചെറുകഥയാണ് ടാഗോറിൻ്റെ ചെറുകഥ. ടാഗോറിൻ്റെ ചെറുകഥയാണ് ഹോം കമ്മിങ്. കിട്ടിയോ? ഓക്കെ. ഗീതാഞ്ജലി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പാണ്. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ടാഗോറാണ്. ടാഗോർ എഴുതിയ ചെറുകഥയാണ് ഹോം കമ്മിങ്. കിട്ടിയില്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ബെസ്റ്റ് സെല്ലർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ബെസ്റ്റ് സെല്ലർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? എന്താണ്? ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകം എന്നതാണ് ബെസ്റ്റ് സെല്ലർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകം. കിട്ടിയോ? ഓക്കെ. അപ്പോൾ കുറച്ച് അനുബന്ധ വിഷയങ്ങൾ നോക്കാം. ബ്ലാക്ക് ലെഗ്. ബ്ലാക്ക് ലെഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കരിങ്കാലി. ബ്ലാക്ക് ലെഗ്, കരിങ്കാലി. സോർ ഗ്രേപ്സ്. സോർ ഗ്രേപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുളിക്കും മുന്തിരി. സോർ ഗ്രേപ്സ്, പുളിക്കും മുന്തിരി. അടുത്ത എന്താണ്? കാരിക്കേച്ചർ. കാരിക്കേച്ചർ എന്ന് കേട്ടിട്ടില്ലേ? എന്താണ് കാരിക്കേച്ചർ? തൂലികാ ചിത്രം. കാരിക്കേച്ചർ എന്ന് പറഞ്ഞാൽ തൂലികാ ചിത്രം. അടുത്തത് ഹെർക്കുലിയൻ ടാസ്ക്. ഹെർക്കുലിയൻ ടാസ്ക്, ഭഗീരഥ പ്രയത്നം. ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗീരഥ പ്രയത്നം. അടുത്തത് സെക്യുലറിസം. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷത. സെക്യുലറിസം, മതനിരപേക്ഷത. അടുത്തത് ഇൻറ്റ്യൂഷൻ. എന്താണ് ഇൻറ്റ്യൂഷൻ? ഇൻറ്റ്യൂഷൻ, ഭൂതോദയം. ഇൻറ്റ്യൂഷൻ, ഭൂതോദയം. അടുത്തത് ഗോഡിയൻ നോട്ട്. ഗോഡിയൻ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഊരാക്കുടുക്ക്. ഗോഡിയൻ നോട്ട്, ഊരാക്കുടുക്ക്. പാസ്ഡ് എവേ, മരിച്ചുപോയി. പാസ്ഡ് എവേ, മരിച്ചുപോയി. ടോക്കൺ സ്ട്രൈക്ക്. ടോക്കൺ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സൂചനാ പണിമുടക്ക്. ടോക്കൺ സ്ട്രൈക്ക്, സൂചനാ പണിമുടക്ക്. ഫേസ് ടു ഫേസ്, അഭിമുഖമായി. ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞാൽ അഭിമുഖമായി. നോക്കാം. ബ്ലാക്ക് ലെഗ്, കരിങ്കാലി. സോർ ഗ്രേപ്സ്, പുളിക്കും മുന്തിരി. കാരിക്കേച്ചർ, തൂലികാ ചിത്രം. ഹെർക്കുലിയൻ ടാസ്ക്, ഭഗീരഥ പ്രയത്നം. സെക്യുലറിസം, മതനിരപേക്ഷത. ഇൻറ്റ്യൂഷൻ, ഭൂതോദയം. ഗോഡിയൻ നോട്ട്, ഊരാക്കുടുക്ക്. പാസ്ഡ് എവേ, മരിച്ചുപോയി. ടോക്കൺ സ്ട്രൈക്ക്, സൂചനാ പണിമുടക്ക്. ഫേസ് ടു ഫേസ്, അഭിമുഖമായി. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ? ഓക്കെ. ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. താങ്ക് യു. അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം.